ഹലോ എവ്രി വൺ. അപ്പോൾ ഊട്ടിയിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഡേയിൽ ഞങ്ങൾ കുറച്ച് പ്ലേസസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ട് ഹൗസ്, കർണാടക ഗാർഡൻ, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായത് ബോട്ട് ഹൗസിലാണ്. ഏകദേശം ഒരു 10 മണി അങ്ങനെയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് സാറ്റർഡേ വീക്കെൻഡ് അല്ലേ, അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട് ഇവിടെ. ഇന്ന് സാറ്റർഡേ നമ്മൾ പ്രത്യേകിച്ചു. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൾട്ടിന് 25 റുപ്പീസാണ്. ചിൽഡ്രന് എബോവ് 5 ഇയർ ആണെങ്കിലും 25 റുപ്പീസാട്ടോ. ഐസിക്കുവിന് 4 വയസ്സായതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാത്തിനും ടിക്കറ്റ് സെപ്പറേറ്റ് ആട്ടോ. ബോട്ടിനത് വേറെ, അതുപോലെ തന്നെ ഈ ഹൊറർ ഹൗസിൻ്റെ വേറെ, പിന്നെ ടോയ് ട്രെയിൻ ഉണ്ട് അതിന് വേറെ, അങ്ങനെയാട്ടോ. ചോക്ലേറ്റിൻ്റെ ഷോപ്സ് ഉണ്ട്. ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായാലും ഉണ്ടാവുന്നതാണല്ലോ ഈ ചോക്ലേറ്റ്, അതായത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്. അതിൻ്റെ കുറച്ച് ഷോപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ കൂടിയാട്ടോ. കുറച്ച് അത്യാവശ്യം ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബോട്ടിൽ ക്യൂ നോക്കിയാ ബോട്ടിൽ പോകേണ്ടത്. അപ്പോൾ ഈ പെഡൽ ബോട്ടിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 2 സീറ്റർ ആണെങ്കിൽ 375 റുപ്പീസും 4 സീറ്റർ ആണെങ്കിൽ 475 റുപ്പീസും കേട്ടോ. ടൈം വരുന്നത് 30 മിനിറ്റ്സ് ആണ്. പിന്നെ എനിക്ക് പെഡൽ ബോട്ടിങ് തീരെ കഴിഞ്ഞപ്പം തന്നെ ആ ടോയ് ട്രെയിൻ ഇതാ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇതാ ഒരാൾ ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി തന്നെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ട്രെയിൻ യാത്ര. അങ്ങനെ അതും ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ചെറിയൊരു എന്താ പറയുക സ്റ്റാൾ ഇട്ടിട്ടുള്ള
അപ്പുറം ഉണ്ട് കേട്ടോ ഫ്ലവർ. അങ്ങനെ ഞങ്ങൾ ലേക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഊട്ടി ലേക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കർണാടക ഗാർഡനിലാണ്. ലേക്കിൽ നിന്ന് ഗാർഡനിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ ആട്ടോ ഉണ്ടായത്. ഞങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടാൻ തന്നെ അത്യാവശ്യം ടൈം. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും കണ്ടിട്ട് തന്നെ ആസ്വദിക്കണം, അത്രയും അടിപൊളിയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു തേയിലത്തോട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ തൂക്കുപാലം തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ നിങ്ങൾ കാണുന്നുണ്ടാവും, ആ മേലയിലോട്ട് പോകുന്ന ആ വലിയ തൂക്കുപാലം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് എക്സിറ്റിലേക്കുള്ള വഴി കാണുക. പിന്നെ ഇവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, 3-4 ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കേട്ടോ. ഇത് ഫിഷ് ഉണ്ട് കേട്ടോ ഇതിൽ, ഫിഷ് ഇത് അടിപൊളി ഫിഷസ് ഇതാ. അപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ വരികയാണെങ്കിൽ ഈ ഒരു ഗാർഡൻ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും. അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പം തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ, ഇങ്ങനെ അടിപൊളിയാക്കി എടുക്കുമെന്നുള്ളത്. അങ്ങനെ 1-2 മണിക്കൂർ നടന്നതുകൊണ്ട് തന്നെ നല്ല വിശക്കുന്നുണ്ടേനു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നത് ആസിഫ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഊട്ടിയിൽ ഫസ്റ്റ് ഡേ നൈറ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ടായിരുന്നു കേട്ടോ ബിരിയാണി കഴിച്ചിട്ടുണ്ടായത്. നല്ല അടിപൊളി ബിരിയാണി സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇത് ഇപ്രാവശ്യം 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ആസ്വദിച്ചത് കഴിച്ച്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷോപ്പിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഏരിയ വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഫുൾ ആ സ്ട്രീറ്റ് മൊത്തം എന്താ പറയുക, ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ടിബറ്റൻ മാർക്കറ്റും ഈ ഒരു ഏരിയയിലാട്ടോ വരുന്നത്. നൈറ്റ് ഒരു 8:30 വരെയാണ് ഇവിടെ ഉണ്ടാവുക. അത് നല്ല ഉണ്ട്, നീലിയും വെള്ളിയും 100 തന്നെ, 100 രൂപ തന്നെ. മേടിക്കാം. ഇതെല്ലാം ബൊട്ടാണിക്കൽ ഗാർഡനിൽ തിരക്കാം അല്ലേ.
അടുക്ക് പേർക്ക് ഇടുന്ന ഒരു കമ്മല് നോക്കാലോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വരാം, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വരാം. ട്ടോ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടേനു. പിന്നെ അതുപോലെ തന്നെ 7 വർഷത്തിന് ശേഷം വീണ്ടും വന്നത് ഒരു വേറെ തന്നെ ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അതിനിടയ്ക്ക് ഇവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടല്ലോ, ഹങ്കർ ഫുഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടേനു. ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 റുപ്പീസ് ആട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഞങ്ങൾ വന്ന ടൈം ആൾക്കാരൊക്കെ വരുന്നതേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് ഒരു ഒരു എന്താ പറയുക, ടീ ഫാക്ടറി പോലത്തെ ഒരു ഫാക്ടറിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക തേയിലത്തോട്ടം കേട്ടോ ഇവിടെ കാണാനുള്ളത്. പിന്നെ ഇവിടെ ഒരു തൂക്കുപാലം പോലത്തെ ഒരു പാലം ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യാത്തതുകൊണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത് എന്താ പറയുക ഫുള്ള് പോയിട്ടുണ്ടേനു, അതുകൊണ്ട് അവിടെ നോ എൻട്രി എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടേനു. ഞാനിതിന് മുന്നേ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലോട്ട് വരുന്നതും ഈ ഒരു വീഡിയോ എടുക്കുന്നതും. ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടേനു. നല്ല ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു ഫ്രഷ് എയർ ഉണ്ടാവില്ലേ, നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവില്ലേ, അതാട്ടോ ഇവിടെ പോയപ്പോൾ ഉണ്ടായേ. അങ്ങനെ ഇതാ ഈ ഒരു പ്ലേസിൻ്റെ ഭംഗി കൂടി ആസ്വദിച്ച് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവാട്ടോ. അതായത് ഞങ്ങൾ കണ്ണൂരിലേക്ക് പോവലാണ്. അപ്പോൾ ഊട്ടിയിലേക്ക് പോയില്ലെങ്കിൽ ഹങ്കർ ഫുഡ് കൂടി ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. അതന്നെ ഫുള്ള് തേയിലത്തോട്ടത്തിനിടയിലിട്ട് നമുക്ക് നടക്കാൻ വേണ്ടി പറ്റും. ഒരു ഫ്രഷ് ഫീൽ തന്നെയാണ് കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ആ ഒരു ഡ്രൈവും അടിപൊളി തന്നെയാണ്.
ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞങ്ങളുടെ ട്രാവൽ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.